നമസ്കാരം. ഈ ദിവസം സംഭവിച്ച വാർത്തകളുടെ സമഗ്രമായ ചിത്രവുമായി ഈവനിംഗ് മലയാളം തുടങ്ങുന്നു. ആദ്യം തലക്കെട്ടുകൾ. രമേശ് നാരായണനോട് പരിഭവമില്ലെന്ന് നടൻ ആസിഫ് അലി. അപമാനിച്ചതായി തോന്നിയിട്ടില്ലെന്നും സംഭവത്തിൽ തനിക്ക് വിഷമം ഇല്ലെന്നും നടൻ. തന്നോടുള്ള പിന്തുണ മറ്റുള്ളവർക്കെതിരായ വിദ്വേഷ പ്രചാരണം ആവരുതെന്നും താരം. പരിഭവമോ ഉണ്ടായിട്ടില്ല. തീർച്ചയായിട്ടും ആ അവസരത്തിൽ അദ്ദേഹം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അനുഭവിച്ചുകൊണ്ടിരുന്ന എന്തെങ്കിലും രീതിയിലുള്ളൊരു പിരിമുറുക്കത്തിലായിരിക്കണം. അല്ലാതെ എനിക്ക് അതിൻ്റെ അകത്ത് ഒരു ബുദ്ധിമുട്ടും ഫീൽ ചെയ്തിട്ടില്ല. തന്റെ അവസ്ഥ മനസ്സിലാക്കി സംസാരിച്ചതിന് ആസിഫിനോട് നന്ദിയുണ്ടെന്ന് രമേശ് നാരായണൻ. പാലക്കാട് സർക്കാർ ആശുപത്രിയിൽ എത്തിയ യുവതിക്ക് പാമ്പ് കടിയേറ്റു. കരിപ്പോട് സ്വദേശി ഗായത്രിക്ക് പാമ്പ് കടിയേറ്റത് ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിൽ വച്ച്. കടിച്ചത് ശംഖുവരയനെന്ന് ആശുപത്രി അധികൃതർ. വിഷയം പരിശോധിക്കുമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. കേരളത്തിൽ പെരുമഴ. മഴ 3 ദിവസം കൂടി തുടരുമെന്ന് മുന്നറിയിപ്പ്. ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദം 19ഓടെ രൂപപ്പെടും. സംസ്ഥാനത്ത് നാളെ എല്ലാ ജില്ലകൾക്കും മഴ മുന്നറിയിപ്പ്. വയനാട് റെഡ് അലേർട്ട്. മഴക്കെടുതിയിൽ 3 മരണം കൂടി. ഇടുക്കി മാങ്കുളത്ത് 23-കാരൻ പുഴയിൽ വീണ് മരിച്ചു. മരിച്ചത് താളുകണ്ടം സ്വദേശി സനീഷ്. ആലപ്പുഴ മട്ടാഞ്ചേരിയിൽ മരം വീണ് ചികിത്സയിലായിരുന്ന ആറാട്ടുവഴി സ്വദേശി ഉനൈസിനും ജീവൻ നഷ്ടമായി. പാലക്കാട് മുതുകുന്നി പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് അയിലൂർ സ്വദേശി മരിച്ചു. മഴക്കെടുതിയിൽ സംസ്ഥാനത്ത് വ്യാപക നാശനഷ്ടം. എറണാകുളം പള്ളിക്കരയിൽ വീടിന് മുകളിൽ മണ്ണിടിഞ്ഞ് അപകടം. കുറ്റ്യാടിയിൽ മിന്നൽ ചുഴലി. കൽപ്പറ്റയിലും കണ്ണൂർ പാൽ ചുരത്തിലും മണ്ണിടിച്ചിൽ. ആലപ്പുഴയിൽ ശക്തമായ കാറ്റിലും മഴയിലും 100-ലധികം വീടുകൾക്ക് നാശനഷ്ടം. തൃശൂർ പറപ്പൂക്കര പഞ്ചായത്തിലെ നിരവധി വീടുകളിൽ വെള്ളം കയറി. ഗുജറാത്തിൽ അത്യപൂർവ വൈറസ്. ചാന്ദിപുര വൈറസ് ബാധയെ തുടർന്ന് 8 കുട്ടികൾ മരിച്ചു. സംസ്ഥാനത്ത് 6 പേർ ചികിത്സയിൽ. മലപ്പുറത്ത് H1N1 ബാധിച്ച് ഒരു മരണം. പൊന്നാനി സ്വദേശിയായ 47-കാരി മരിച്ചു. മരണം കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ. മലപ്പുറത്ത് മലമ്പനി. നിലമ്പൂരും പൊന്നാനിയിലും മലമ്പനി സ്ഥിരീകരിച്ചു. നിലമ്പൂരിൽ ഒരാൾക്കും പൊന്നാനിയിൽ 3 പേർക്കും രോഗം. ആമയിഴഞ്ചാൻ തോട് അപകടത്തിൽ മരിച്ച ജോയിയുടെ കുടുംബത്തിന് ധനസഹായം പ്രഖ്യാപിച്ച സർക്കാർ. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 10 ലക്ഷം രൂപ അനുവദിച്ചു. തീരുമാനം മന്ത്രിസഭാ യോഗത്തിൽ. ആമയിഴഞ്ചാൻ ദുരന്തത്തിൽ പ്രതിഷേധം ശക്തം. മേയർ രാജിവെക്കണമെന്ന ആവശ്യവുമായി കോർപ്പറേഷൻ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച്. ജലപീരങ്കി പ്രയോഗിച്ച് പോലീസ്. യൂത്ത് ലീഗ് നടത്തിയ മാർച്ചിലും സംഘർഷം. മേയറുടെ ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച് BJP കൗൺസിലർമാർ. ജോയിയുടെ കുടുംബത്തിന് 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ട് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് DYFI മാർച്ച്. ആമയിഴഞ്ചാൻ തോട്ടിലെ ദുരന്തം കണ്ണു തുറപ്പിക്കുന്നതാവണമെന്ന് ഹൈക്കോടതി. മാലിന്യം തള്ളൽ ആളുകളെ കൊല്ലുന്നതിന് തുല്യം. കോടതി പരാമർശം രക്ഷാപ്രവർത്തനം നടത്തിയവരെ പ്രകീർത്തിച്ച്. കൊച്ചിയിലെ കനാലുകൾ ആമയിഴഞ്ചാൻ തോടിന് സമാനമെന്നും വിമർശനം.
പൂക്കോട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ VC-ക്ക് വീഴ്ച പറ്റിയെന്ന റിപ്പോർട്ട്. പരാതി ഉയർന്നിട്ടും VC MR ശശീന്ദ്രനാഥ് നടപടിയെടുത്തില്ല. ഹോസ്റ്റൽ ഭരിക്കുന്നത് വിദ്യാർത്ഥികളെന്നും വിദ്യാർത്ഥി സംഘടന ചില പ്രതികളെ രക്ഷപ്പെടാൻ സഹായിച്ചെന്നും കണ്ടെത്തൽ. ഹോസ്റ്റൽ വാർഡനും ഡീനും ഗുരുതര വീഴ്ച പറ്റിയെന്ന റിപ്പോർട്ട്. ഗവർണർക്ക് റിപ്പോർട്ട് സമർപ്പിച്ച് ജസ്റ്റിസ് ഹരിപ്രസാദ് കമ്മീഷൻ. തിരുവമ്പാടി KSCB ജീവനക്കാർക്കെതിരായ പരാതിയിൽ ഹൈക്കോടതി ഇടപെടൽ. ലൈൻമാൻ പ്രശാന്ത്, കരാർ ജീവനക്കാരൻ അനന്തു എന്നിവർക്കെതിരെ തൽക്കാലം നടപടി പാടില്ലെന്ന് കോടതി. ജീവനക്കാരെ പോലീസിന് ചോദ്യം ചെയ്യാമെന്നും ഹൈക്കോടതി. ഉപതെരഞ്ഞെടുപ്പിന് കോൺഗ്രസ് തയ്യാറെന്ന് KC വേണുഗോപാൽ. ഉയർന്ന ഭൂരിപക്ഷത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിജയം ആവർത്തിക്കും. എല്ലാ നേതാക്കളെ ഉൾക്കൊള്ളുമെന്നും പാർട്ടിയിൽ വിഭാഗീയതയില്ലെന്നും KC വേണുഗോപാൽ. PMA സലാമിനെതിരായി ലീഗിൽ പരാതിപ്പെട്ട് SYS. സലാം സുന്നി വിശ്വാസങ്ങളെ വ്രണപ്പെടുത്തിയെന്ന് പരാതി. പ്രസംഗത്തിലെ പ്രയോഗത്തിന് മറ്റൊരു വ്യാഖ്യാനം വന്നതിൽ ഖേദം പ്രകടിപ്പിക്കുന്നതായി PMA സലാമിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. കണ്ണൂരിൽ CPM നിയന്ത്രണത്തിലുള്ള ബാങ്കിൽ 1 കോടി രൂപയുടെ തട്ടിപ്പ് നടന്നത് ഇരുവേരി സർവീസ് സഹകരണ ബാങ്കിൽ. ഒരേ ദിവസം അനുവദിച്ചത് 10 ലക്ഷത്തിന്റെ 10 വായ്പകൾ. വായ്പയെടുത്ത തുക കൈമാറിയത് ഒരു വ്യക്തിക്ക്. ബാങ്ക് മാനേജർക്കും സെക്രട്ടറിക്കും സസ്പെൻഷൻ. കാപ്പ കേസ് പ്രതിയെ CPIM-ലേക്ക് സ്വീകരിച്ചതിൽ വിചിത്ര ന്യായവുമായി MV ഗോവിന്ദൻ. പാർട്ടിയിലേക്ക് വരുന്ന RSS തനി സ്വരൂപങ്ങളെ സംസ്കരിച്ച് കമ്മ്യൂണിസ്റ്റുകൾ ആക്കാൻ സമയമെടുക്കും. തിരുത്താൻ തയ്യാറായാൽ ആരെയും പാർട്ടിയുടെ ഭാഗമാക്കുമെന്നും MV ഗോവിന്ദൻ. SDPI വിഷയത്തിൽ കൊമ്പുകോർത്ത് CPIM-ഉം കോൺഗ്രസും. UDF വിജയത്തിന് കാരണം ലീഗ്, SDPI, ജമാഅത്തെ ഇസ്ലാമി കൂട്ടുകെട്ടെന്ന് MV ഗോവിന്ദൻ. കേരളത്തിൽ പാർട്ടി നല്ല രീതിയിൽ തോറ്റെന്നും തൃശൂരിൽ കോൺഗ്രസിന്റെ ചെലവിൽ BJP-ക്ക് സീറ്റ് ലഭിച്ചുവെന്നും MV ഗോവിന്ദൻ. SDPI, ജമാഅത്തെ ഇസ്ലാമി വോട്ട് വേണ്ട എന്ന് തങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്ന് ചെന്നിത്തലയുടെ മറുപടി. തെരഞ്ഞെടുപ്പിന് ശേഷം CPIM പുതിയ വർഗീയ സമീപനം സ്വീകരിക്കുന്നുവെന്നും ചെന്നിത്തല. നീറ്റ് കൗൺസിലിംഗിന് നടപടി തുടങ്ങി കേന്ദ്ര സർക്കാർ. സീറ്റുകൾ പോർട്ടലിൽ രേഖപ്പെടുത്താൻ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം. നീക്കം സുപ്രീംകോടതി നാളെ ഹർജികൾ പരിഗണിക്കാനിരിക്കെ. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വൻ കുതിപ്പ്. പവന് 720 രൂപ വർദ്ധിച്ച് 55,000 രൂപയിലെത്തി. ഇന്ന് രേഖപ്പെടുത്തിയത് ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്ക്. ഗാസയിൽ വീണ്ടും ഇസ്രായേൽ വ്യോമാക്രമണം. 57 പലസ്തീനികൾ കൊല്ലപ്പെട്ടു. ആക്രമണം അൽ മവാസിയിലും സെൻട്രൽ ഗാസയിലെ UN നടത്തുന്ന സ്കൂളിന് നേരെ.